ഗൈസ്, എല്ലാവർക്കും ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഫാഷൻ ഷോ ഒന്നും അല്ല കേട്ടോ. കുളിച്ചിട്ട് വന്നിട്ട് നനഞ്ഞ മുടി ഈരിക്കൊണ്ട് നിൽക്കുന്ന എന്താണെന്നൊക്കെ ഞാൻ പറയാം. രാവിലെ എണീറ്റ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ പേർക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ലല്ലേ, ഒട്ടും ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇടിയപ്പം, അപ്പം, ചപ്പാത്തി, അത് ഇത് പുട്ട്, സകല സാധനവും ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കാറുമുണ്ട്. പക്ഷേ ഈ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കാത്തതിൻ്റെ കാരണം ചേട്ടന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നേ. ഇപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും നാൾ ചേട്ടൻ്റെ വീട്ടിലായിരുന്നല്ലോ. അവിടെ വെച്ച് ചേട്ടൻ ഉപ്പുമാവ് കഴിക്കത്തേ ഇല്ല. അപ്പോൾ രാവിലെ അമ്മ ഉപ്പുമാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചേട്ടൻ കഴിക്കത്തേ ഇല്ല. അതുകൊണ്ട് എനിക്ക് മടിയായിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ. റവയൊക്കെ മേടിച്ച് വെച്ചെങ്കിലും ഒരു വൈക്ലബ്യമാണോ, അയ്യോ ചേട്ടൻ കഴിക്കൂലായിരിക്കുമെന്ന്. എനിക്ക് പിന്നെ ഒരു ആഹാരത്തോടും അങ്ങനെയില്ല. എനിക്ക് എന്തും അകത്തോട്ട് പോകും, ഞാൻ എല്ലാം കഴിക്കും കേട്ടോ. അപ്പോൾ അതേ എത്ര ഗ്ലാസ്സാണ് റവ എടുക്കേണ്ടത് എനിക്ക് ഫുൾ കൺഫ്യൂഷനാണേ. എന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ ഉപ്പുമാവ്, കുളവാകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ 2 ഗ്ലാസ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം വീഡിയോസൊക്കെ നോക്കിയിട്ട്, യൂട്യൂബ് വീഡിയോ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഓരോന്നും ഉണ്ടാക്കി പഠിക്കുന്നത്. അപ്പോൾ 2.25 ഗ്ലാസ് വെള്ളം ഒരു ഏകദേശ രൂപത്തിന്. അപ്പോൾ അതേ പച്ചമുളക്, ഇഞ്ചി, വേപ്പില, പിന്നെ എന്തെന്നാ സവാള, എല്ലാ സാധനങ്ങളും അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചേട്ടൻ ചോദിച്ചു, എടി ഉപ്പുമാവാണോ? അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കട്ടെ, ഞാൻ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ ഇനി ഉണ്ടാക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ഈ ഉപ്പുമാവ് ഉണ്ടാക്കൽ ഇവിടെ വെച്ചേ നിർത്തിക്കോളാമെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതേ കടുക് പൊട്ടിച്ച് സവാളയൊക്കെ ഇട്ട്, പിന്നെ എന്തുവാ മറ്റേ ഉണക്കമുളകില്ലേ, ഉണക്കമുളക് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ ഉണക്കമുളക് ഇല്ലായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഇഞ്ചിയൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ വെള്ളം അങ്ങോട്ട് തിളപ്പിക്കുക. ഈ വേപ്പില ഞാൻ ഇവിടെ നമ്മുടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഒരു ചെറിയ തൈ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുത്ത വേപ്പിലയാണ് കേട്ടോ. വേറെ വേപ്പില ഇല്ലായിരുന്നു. എനിക്ക് പുറത്തുനിന്ന് മേടിക്കുന്ന വേപ്പില ഇടുന്ന ഇഷ്ടമല്ല. അത് മറ്റേ ഈ കെമിക്കലിലൊക്കെ മുക്കി വരുന്ന വേപ്പിലല്ലേ. അപ്പോൾ ഞാൻ പോയി എൻ്റെ കുഞ്ഞു തൈല വേപ്പില പറിച്ചെടുത്ത് കേസ് എൻ്റെ പൊന്നെ ചിറ്റ അറിയണ്ട, ചിറ്റ തന്ന വിട്ട വേപ്പിലയാണ്, വീട്ടിൽ വെച്ച് വളർത്തടി എന്നും പറഞ്ഞ്. അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ വേപ്പില ഇട്ടില്ലെങ്കിൽ പിന്നെ ഉപ്പുമാവ് എന്ന് പറയാൻ പറ്റൂല. ഏറ്റവും മെയിൻ സാധനം ഈ വേപ്പിലയാണ്. അതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെയാണ് ഉപ്പുമാവിന് വേണ്ടത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പാണ് ഇതിൻ്റെ വേറൊരു മെയിൻ സാധനം. കറക്റ്റ് രീതിയിൽ ഉപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉപ്പുമാവിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ഉപ്പ് കൂടിപ്പോയാലും വായി വെക്കാൻ പറ്റൂല. അങ്ങനെ കുറച്ചായിട്ട് ഇതേ റവ ഇട്ട് കൊടുത്ത് കൈ മാറ്റാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട പിടിക്കരുത്, കട്ട പിടിച്ചാൽ പിന്നെ തീർന്ന്. അങ്ങനെ കുറച്ച് നേരം മൂടി വെച്ചതാണ് കേട്ടോ. അതൊന്ന് വേഗം ലോ ഫ്ലെയിമിൽ, തീ ഓഫാക്കിയിട്ടില്ല, ലോ ഫ്ലെയിമിൽ ഇട്ട് അതൊന്ന് മൂടി വെച്ചതാണ്. എന്നിട്ട് ഞാനിങ്ങനെ ഇളക്കി നോക്കിയപ്പോൾ എനിക്ക് വന്നൊരു സന്തോഷം. കാരണം കട്ട പിടിച്ചില്ല, നല്ല ഇങ്ങനെ പൊടിയായിട്ട്. ചേട്ടന് അങ്ങനെ വേണം, ചേട്ടൻ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഉപ്പുമാവ് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ പൊടിയായിട്ടായി. അപ്പോൾ ചേട്ടൻ പറയും, പാൽ ചായ വെക്കണ്ട, ഉപ്പുമാവിന് കോമ്പിനേഷൻ കട്ടൻ ചായ ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കട്ടൻ ചായയും കൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കിയിട്ട് വേണം, ചേട്ടൻ്റെ അഭിപ്രായം കേട്ടിട്ട് വേണം ഇനിയുള്ള ദിവസങ്ങളിൽ ഉപ്പുമാവ് ഉണ്ടാക്കണോ വേണ്ടയോ എന്നൊക്കെ അറിയാൻ വേണ്ടി. പിന്നെ ഈ സമയത്തൊന്നും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചായയും കൂടി വെച്ച് കഴിഞ്ഞ് എൻ്റെ രാവിലത്തെ പണി അങ്ങോട്ട് ഒതുങ്ങിയപ്പോഴാണ് കുഞ്ഞപ്പൻ എണീറ്റ് വന്നത്. അപ്പോൾ തന്നെ ചേട്ടൻ അവന് ബ്രഷിൽ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ എൻ്റെ മുമ്പിൽ നിന്നേ പല്ല് തേക്കാവുള്ളെന്ന് എപ്പോഴും പറയും കേട്ടോ. കാരണം ഇവൻ ഒറ്റയ്ക്ക് പല്ല് തേച്ചാൽ 2 തേപ്പ് തേച്ചിട്ട് അമ്മയെ ഞാൻ പല്ല് തേച്ചെന്ന് പറഞ്ഞ് ബ്രഷ് അവിടെ വെച്ചിട്ട് വായും കൊപ്പിളിച്ച് പോയി കളയുവേ. അപ്പോൾ ഞാൻ നല്ലോണം തേക്കും, കുറച്ചുകൂടി തേക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആ സ്ഥലം മാത്രം വേഗം ഒന്ന് തൂത്തിട്ടതാണ്. ഞങ്ങൾ താഴെ ഇരുന്ന് കഴിക്കത്തുള്ളൂ, ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കൂല. ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ ടേബിളിൽ ഇരുന്ന് കഴിക്കാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ 3 മാത്രമേ ഉള്ളൂ, അപ്പോൾ താഴെ ഇരിക്കുള്ളൂ. അപ്പോൾ കുഞ്ഞിപ്പോൾ ടിവിയും വെച്ച് സോഫയിലിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ നേരെ ബാത്റൂമിലോട്ട് പോയി. അങ്ങനെ ഞാൻ പാത്രവും സാധനങ്ങളും ഉപ്പുമാവും, തലേദിവസത്തെ ചിക്കൻ കറി. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്താക്കാൻ അറിയുന്നേ, പപ്പടവും പഴവും ഒക്കെ അല്ലേ നമ്മുടെ ഉപ്പുമാവിന് കോമ്പിനേഷൻ. പക്ഷെ പപ്പടവും പഴവും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് രാവിലെ തന്നെ ചേട്ടനെ പറഞ്ഞിട്ട് മേടിപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ തലേദിവസവും ചിക്കൻ കറി ആയിരുന്നു, അതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ചേട്ടന് ഉപ്പുമാവാണെങ്കിൽ പപ്പടവും പഴവും വേണമെന്നൊന്നും ഇല്ല കേട്ടോ, ചേട്ടൻ അങ്ങനെയൊക്കെ കഴിക്കും. കുഞ്ഞപ്പനാണെങ്കിലും വെറുതെ തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. കോളമാണെങ്കിൽ ഞാൻ കോള പോയി വായി വെക്കാൻ കൊള്ളിയലായിരുന്നു എന്ന് തന്നെ പറയും. ചേട്ടൻ കഴിക്കുന്ന കഴിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് കമൻറ്റ് ചെയ്യണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നടി എന്നോട് പറഞ്ഞേ. അപ്പം ഞാനാണെങ്കിൽ എന്താണെന്നാ വേറൊരു സത്യം പറയട്ടെ, ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ടേ ഈ റവ എന്തോരം വേണമെന്ന് എനിക്കൊരു സംശയമുള്ളതുകൊണ്ട് ഞാൻ 2 ഗ്ലാസ് എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്ക് കൂടി വയറ് നിറച്ച് തിന്നാനില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉപ്പുമാവ് എടുക്കാതെ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു, മിൽക്ക് ബ്രെഡ്. അപ്പോൾ ഞാൻ കുറച്ച് പാല് തിളപ്പിച്ചിട്ട് ആ ബ്രെഡ് ആ പാലിലിട്ടിട്ട് ഞാൻ അത് സ്പൂൺ കൊണ്ട് കോരി തിന്നാണ്. അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ ഇത് ഉപ്പുമാവിനടി എന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഉപ്പുമാവ് വേണ്ട, എനിക്കത് ഉണ്ടാക്കിയപ്പോൾ തന്നെ വയറ് നിറഞ്ഞു, എനിക്ക് ഈ മിൽക്ക് ബ്രെഡ് മതി എന്ന് പറഞ്ഞേ. അങ്ങനെ കുറച്ച് ഞാൻ ചേട്ടനും കോരി കൊടുത്തപ്പോൾ ആ ചേട്ടൻ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാന്ന് പറഞ്ഞേ. സത്യം പറഞ്ഞാൽ ഈ മിൽക്ക് ബ്രെഡ് വാങ്ങിച്ചിട്ട് ഈ പാലിലിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചേട്ടനാണെങ്കിൽ ഞാൻ ഉപ്പുമാവ് കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ട് എന്നെ നിർബന്ധിച്ചേ. അപ്പോൾ നോക്കിയപ്പോൾ ഉപ്പുമാവ് ബാക്കിയുണ്ട്, അച്ഛനും മോനും
കഴിച്ചു കഴിഞ്ഞിട്ടും ബാക്കി ഉപ്പുമാവ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനും കഴിച്ചു. ഇത് ദേവൂട്ടിയാണ് കേട്ടോ, നമ്മുടെ ഹൗസ് ഓണറാണ്, ഹൗസ് ഓണറിന്റെ മകളാണ് അവള്. അപ്പൊ അവള് വന്നായിരുന്നു. അങ്ങനെ അവളുമായിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞത് ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നു. അപ്പൊ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്ത് ചേട്ടൻ ആ പാത്രമൊക്കെ കഴുകി തന്നു. പിന്നെ കുഞ്ഞപ്പനെ ഞാൻ കുളിപ്പിച്ച് ആ സമയം കൊണ്ട് കുഞ്ഞപ്പനെ ഉടുപ്പൊക്കെ ഇട്ട് കുട്ടപ്പനാക്കി ഇരുത്തേക്കാണേ. അവനാണെങ്കിൽ ആ സമയം കൊണ്ട് ഫോണും കണ്ട് കട്ടിലേക്ക് കിടക്കുവാണ്. ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഏറ്റവും വീട്ടിൽ നിൽക്കുന്ന കോലത്തിലേ പോകുള്ളൂ. കൈ കിട്ടുന്ന ഒരു ഉടുപ്പ് എടുത്തിട്ട് പൗഡർ ഇടത്തില്ല, കണ്ണു എഴുതത്തില്ല, ലിപ്സ്റ്റിക് ഇടത്തില്ല, ഒന്നും ഇടത്തില്ല, വെറുതെ പോകും. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഉമ്മയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഈ മേക്കപ്പ് സാധനങ്ങളും പ്രൊഡക്ട്സ് ഒക്കെ കണ്ടിട്ട് ഇടി നീ ഇതൊന്നും ഇടാറില്ലേ? ഞാൻ പറഞ്ഞു ഉമ്മി, എൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാത്രം നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ മുമ്പിൽ എന്ത് കാണിക്കാനാണല്ലോ, അവർക്ക് നമ്മൾ എത്രയൊക്കെ ഒരുങ്ങിയാലും അവർക്കറിയാമല്ലോ നമ്മൾ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് പോകുമ്പോൾ എത്രയും പെട്ടെന്നൊന്ന് വീട്ടിൽ എത്തിയാൽ മതി. അപ്പോൾ കൈ കിട്ടുന്ന ഒരു ഉടുപ്പിട്ട് വേഗം വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ ആ കട്ടിലോട്ട് കയറി കിടക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. അപ്പം ഉമ്മയാണ് എന്നോട് പറഞ്ഞത് ഒന്ന് പോകുന്നു നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ട്. ഞാൻ പറഞ്ഞു ഉമ്മ ഇങ്ങോട്ട് വന്നതിന് എന്തിനാണ് ഞാൻ ഒരുങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു. പിന്നെ മര്യാദക്ക് ഒരുങ്ങിയിട്ടൊക്കെ വന്നാൽ മതി, എനിക്ക് നിന്നെ നല്ലോണം കാണണ്ടേന്ന്. നമ്മുടെ അമ്മമാർക്ക് നമ്മളെ നല്ലോണം കാണാനായിരിക്കുമല്ലോ ആഗ്രഹം. കുളിച്ചിട്ട് മുടിയൊന്നും ഉണങ്ങാനുള്ള സമയമില്ല, അതുകൊണ്ട് വേഗം മുടിയൊക്കെ തോർത്തി മുടി അഴിച്ചിടാന്ന് വിചാരിച്ചു. പക്ഷെ അഴിച്ചിട്ട് ആ ബൈക്കിനാണ് പോകുന്നത്. നമ്മുടെ കാറ് ഞാൻ പറഞ്ഞില്ലേ ടെസ്റ്റിന് കയറ്റിയേക്കുവാണ്, അതിന് 1 മാസം കഴിയും കാറ് കിട്ടുമ്പോഴത്തേക്കും. അപ്പം അതുകൊണ്ട് ബൈക്കിൽ പോകുമ്പോൾ മൊത്തം കിടന്ന് ഇങ്ങനെ അലമ്പായിരിക്കും. അപ്പം ഞാനോർത്ത് ക്ലിപ്പ് ഇട്ട് വെക്കാന്ന്. എന്നിട്ട് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ക്ലിപ്പ് അഴിച്ചിട്ട് മുടി ഉണക്കിയെടുത്താൽ മതിയല്ലോ. എനിക്ക് മുടി ഉണക്കുന്ന ഡ്രയർ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കുഞ്ഞപ്പനെ റെഡിയാക്കി നേരെ വീട്ടിൽ പോയി. രാത്രിയായി ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ കേട്ടോ. അപ്പോൾ അതേ രാത്രി ആയപ്പോഴത്തേക്ക് ഞാൻ ചേട്ടനോട് പറയൂ, ഞാൻ പച്ചരി ഉഴുന്നൊക്കെ രാവിലെ വെള്ളത്തിലിട്ടിട്ടാണ് വീട്ടിൽ പോയത് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം കുഞ്ഞപ്പൻ സ്കൂളിൽ പോകുമ്പോൾ ഇഡലി അറിയാമല്ലോ, കുഞ്ഞപ്പൻ ഒരു ഇഡലി പ്രിയനാണെന്ന് നിങ്ങൾക്കറിയാലോ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ രാത്രി തിരിച്ചു വന്നപ്പം നമ്മൾ വീട്ടിൽ പോയി പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ലോകത്തായിരിക്കും, എല്ലാം മറന്നു പോകുമല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാം. കുറച്ച് ദിവസമായിട്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ഛൻ്റെ അവസ്ഥ. ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിങ്ങനെ അടച്ചിട്ട് നേരെ കഴുകാൻ വേണ്ടി അവിടെ വെച്ചു. അപ്പോൾ ചേട്ടൻ വന്ന് കഴുകാൻ എടുത്തപ്പോൾ എന്തോ അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് കുറച്ച് നേരം. അത് കഴിഞ്ഞ് ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഇത് പിന്നെ കഴുകാം, ഒന്ന് കുതിരട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ എവിടെയോ പോയി. പിറ്റേ ദിവസം രാവിലെ ഇതെടുത്ത് തുറക്കാൻ നോക്കിയിട്ട് ജന്മം ഉണ്ടെങ്കിൽ പറ്റണില്ല. ഇപ്പോൾ ഒരു 2 ആഴ്ചയെങ്കിലും ആയി. ഞാൻ ഈ വെള്ളാട്ടപ്പോക്കരെ കൂട്ടിയിരിക്കുന്നത് ചേട്ടൻ്റെ ടീഷർട്ട് എടുത്തിട്ടാണ്. ചേട്ടന് നല്ല ടീഷർട്ടാണ്. കണ്ടപ്പോഴേ ചേട്ടൻ പറഞ്ഞു കൊണ്ട് ഊരിയിടടിയെന്ന്. ഞാൻ അത് കേൾക്കാണ്ടിട്ടുണ്ട് കിടക്കാണ് കേട്ടോ. ഈ അടുക്കളയിലൊക്കെ നിന്ന് ചെയ്യുമ്പോൾ അത് അഴുക്കാവുമല്ലോ. സത്യം പറഞ്ഞാൽ അത് ഇട്ടപ്പോൾ നല്ല കംഫർട്ടാണ്, നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അത് ഇടുമ്പോൾ ഇട്ടിട്ടുണ്ടെന്നേ അറിയത്തില്ല. പക്ഷെ ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഞാൻ എന്തോരം വെള്ളാട്ടപ്പോക്കരെ കൂട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ചേട്ടനാണെങ്കിൽ 5 മിനിറ്റ് മതിയല്ലോ അരി അരച്ചെടുക്കാൻ വേണ്ടി. അരി അരച്ച് കഴിഞ്ഞ് ആ അരച്ച പാത്രവും അതിൻ്റെ ജാറും എല്ലാം കൊണ്ടുവന്ന് എനിക്ക് കഴുകാനിട്ട് തന്നേക്കാണേ. അപ്പോൾ എന്താ പറയുക, അത് ഈസി പണിയാണല്ലോ. അപ്പോൾ പാത്രം കഴുകൽ കുറേ ടൈം എടുക്കുന്ന പണിയാണിത്. എല്ലാ പാത്രവും തേച്ചിടണം, അത് കഴിഞ്ഞ് അതെല്ലാം കഴുകി എടുത്ത് അടുക്കി പറക്കി വെച്ച് അവിടെ ആ തട്ട് മുഴുവനും ക്ലീൻ ആക്കിയിട്ട് വരുമ്പോൾ ഒരു സമയം പിടിക്കും. അരി എന്ന് വെച്ചാൽ വേഗം അരച്ച് കഴിയും. അപ്പോൾ ചേട്ടൻ ആദ്യം തന്നെ സിമ്പിൾ പണി ഏറ്റെടുത്താണ് കേസ്. അങ്ങനെയൊന്നുമില്ല, സിമ്പിൾ പണി ഹെവി പണിയൊന്നുമില്ല. ഇപ്പം ഞാനൊരു ജോലി ചെയ്യുകയാണെങ്കിൽ ചേട്ടൻ വേറെ എന്തെങ്കിലും ചേട്ടൻ പറഞ്ഞാൽ ചേട്ടൻ ചെയ്യും, അല്ലെങ്കിൽ ചേട്ടൻ തനിയെ ചെയ്യും, ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ ചെയ്യും. അങ്ങനെ രണ്ടുപേരും കൂടി എല്ലാം ചെയ്യും കേട്ടോ, ഷെയർ ചെയ്താൽ ചെയ്യുന്നത്. ഈ പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഇപ്പോൾ 2.5-3 മാസം ആവുന്നേ ഉള്ളൂ. ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഞങ്ങൾ തീരുമാനിച്ചാണ്, രണ്ടുപേരും കൂടി പറഞ്ഞൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയതാണ്. പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ പഴയ പോലെ അല്ല. പഴയ വീട്ടിൽ അച്ഛനും അമ്മയും ചേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ നമ്മളെല്ലാ കാര്യത്തിലും ചെയ്യാനും സഹായിക്കാനും ഒക്കെ അവരും ഉണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ ഒറ്റയ്ക്കാണ്. അപ്പോൾ എല്ലാ ജോലികളും എല്ലാ ഉത്തരവാദിത്തങ്ങളും അടുക്കളപ്പണി മാത്രമല്ലല്ലോ, കൊച്ചിൻ്റെ കാര്യങ്ങൾ വേറെ നമ്മുടെ യൂട്യൂബ്. പക്ഷേ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഈസി അല്ല നമുക്ക് ഇങ്ങനെ വീട് മാറി താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ. കാരണം ഫിനാൻഷ്യലി സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അച്ഛനെയും അമ്മയും ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട് ആരോടും കൈ നീട്ടാണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് പറ്റുള്ളൂ. പിന്നെ രണ്ടുപേരും തമ്മിൽ നല്ലൊരു സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും കെയറിങ് ഒക്കെ ഉണ്ടാവണം. ഞാൻ ഈ പൈനാപ്പിൾ എടുത്ത് പിടിച്ച് ഈ ഡാൻസ് കളിക്കണ വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് വരാൻ നേരത്ത് കുറച്ച് പച്ചക്കറി മേടിച്ചായിരുന്നു. ആ പച്ചക്കറിയൊക്കെയാണ് ഞാൻ നിങ്ങളീ കാണിക്കുന്നത്. ചേട്ടന് മോര് കാച്ചിയത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചേട്ടന് ചെറിയ ശ്വാസം മുട്ട അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും മോര് കാച്ചിയത് കൂട്ടാൻ മേലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഡെയിലി മോര് കാച്ചിയത് ഉണ്ടാവും. കാരണം അച്ഛന് ഭയങ്കര നിർബന്ധമാണ്, ഇഷ്ടമാണ് മോര് കാച്ചിയത്. ചേട്ടനും ഭയങ്കര ഇഷ്ടമായിരുന്നു.
അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ മോര് കാച്ചിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ നമ്മൾ കൂട്ടിപ്പോകും, ഉപയോഗിച്ചു പോകും. ഇപ്പോൾ പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചു പോകും. പഞ്ചസാര നിർത്തണമെന്ന് വിചാരിച്ചാൽ ഏറ്റവും കൊള്ളിയലാത്ത സാധനമാണ് പഞ്ചസാര എന്നാണ് പറയണത്. പക്ഷെ അത് നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ചു പോകും. അങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പോൾ അതുപോലെ ഈ മോര് കാച്ചിക്കഴിഞ്ഞാൽ പിന്നെ മോര് കാച്ചാതിരുന്നാൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ അപ്പോൾ ചേട്ടൻ എന്നോടൊരു കൊതി പറഞ്ഞത് ഞാൻ ആ കുപ്പിയിൽ വെള്ളം നിറച്ച് വയ്ക്കുകയാണ്. അത് ഇടക്കിടക്ക് കുടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഈ പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഈ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെള്ളം കൂടി എല്ലാവർക്കും ഇപ്പോൾ കുറവാണ്. അപ്പോൾ കുഞ്ഞപ്പൻ നല്ല ഉറക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഭയങ്കര കൊതുക് ശല്യമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ എല്ലായിടത്തും കൊതുക് ശല്യം ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കൊതുകിനെയൊക്കെ കൊന്നു കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസം രാവിലത്തെ സീനാണ് കേട്ടോ. എല്ലാം പടപടയെ പോവാണ്. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വ്ളോഗ് ഇടാൻ വേണ്ടി. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, രാത്രി ഞാൻ ആ ടീഷർട്ട് എടുത്തിട്ടപ്പോൾ എടി മാറടി എന്ന് പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞിട്ട് ഞാൻ മാറിയില്ലെന്ന് പറഞ്ഞില്ലേ. ഒരു തുള്ളി പോലും ഞാൻ അതിൽ അഴുക്കൊന്നും ആക്കിയില്ല കേട്ടോ. അതുകൊണ്ട് ഇനി ഇപ്പോൾ രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ വല്ല അഴുക്കായാലോ എന്ന് ഓർത്തിട്ട് ഞാൻ രാവിലെ പല്ല് തേക്കണതിന് മുമ്പ് തന്നെ, ഈ പല്ല് തേക്കുമ്പോൾ പേസ്റ്റൊക്കെ ചിലപ്പോൾ തെറിച്ച് വീഴുമല്ലോ, അതുകൊണ്ട് രാവിലെ തന്നെ ചേട്ടൻ്റെ ടീഷർട്ട് ഊരി മാറ്റി ഞാൻ എൻ്റെ ടീഷർട്ട് എടുത്തിട്ട് ഇപ്പോഴാണ് ഞാനായത്. നേരത്തെ മറ്റേ വെള്ളാട്ട പോക്കരക്കൂട്ട് ലൂസ് ടീഷർട്ടായതുകൊണ്ടേ ഒരുമാതിരി ഇരിക്കുകയായിരുന്നു. അങ്ങനെ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറുവാണേ. അപ്പം ഞാൻ എണീക്കെന്ന് ചേട്ടനെ വിളിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പയ്യെ എണീക്കട്ടെ, അപ്പോൾ ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ പയ്യെ ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രി എടുത്തിട്ട് ഞാൻ കുറേ കുടിച്ച് കേട്ടോ വെള്ളം. എന്നിട്ട് ബാക്കി വെള്ളം ഞാൻ ടേബിളിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ബാക്കി വെള്ളം കുടിക്കുകയാണ്. ഇപ്പം നമ്മൾ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എല്ലാവർക്കും വെള്ളം കൂടി നല്ല കുറവാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാത്രി അങ്ങനെ മാത്രം ഫുഡ് കഴിക്കാൻ നേരത്ത് മാത്രമേ എല്ലാവരും വെള്ളം കുടിക്കുകയുള്ളൂ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഇഡലി ഇന്നലെ ചേട്ടൻ അരച്ച് വെച്ചത് നല്ലോണം പൊങ്ങി നല്ല തക്കടും മുണ്ടനായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ വാതിലൊക്കെ തുറന്നിട്ട് കർട്ടനൊക്കെ മാറ്റിയപ്പോൾ അപ്പുറത്തെ വീട്ടിലൊക്കെ വെച്ചുണ്ട്. അവളവിടെ വാതിക്ക് എന്തോ തൊണ്ടവേദനയാണെന്നൊക്കെ പറഞ്ഞ് ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് പറ്റി, ഇന്ന് സ്കൂളിൽ പോണില്ലേ കൊച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർത്താനം പറയായിരുന്നു അവളോടെ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ കയറി. ആദ്യം അടുക്കളയിൽ കയറിയാൽ ഞാൻ ജനൽ തുറന്നിടും, എന്നിട്ടേ താഴത്തെ ഗ്യാസ് ഓൺ ആക്കുള്ളൂ കേട്ടോ. ഇപ്പം ഞങ്ങൾ എല്ലാം ഇപ്പോൾ എന്താ പറയുക, എനിക്കറിയാമല്ലോ എന്താ പറയേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ഭയങ്കര ജാഗരൂകയാണ് ഗൈസ്. അപ്പോൾ ഇഡലി പാത്രം വെച്ചു, എണ്ണ തൂക്കുകയാണ് കേട്ടോ തട്ടിൽ ഇഡലി ഒഴിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക. അടുക്കളയിൽ കയറുവാണെങ്കിൽ ജനലും വാതിലും എല്ലാം തുറന്നിട്ടിട്ട് മാത്രമേ നമ്മൾ താഴെ ഗ്യാസ് ഓണാക്കി ഇത് തീ കത്തിക്കാവുള്ളേ. കാരണം നമുക്കറിയാൻ പറ്റത്തില്ല, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ വല്ല ഗ്യാസ് ലീക്കായിട്ടുണ്ടെങ്കിൽ അടുക്കള മുഴുവൻ ഗ്യാസ് നിറഞ്ഞു നിൽക്കും. പെട്ടെന്ന് വന്ന് ഗ്യാസ് തുറന്ന് തീ കത്തിക്കുമ്പോൾ ഭും എന്നും പറഞ്ഞ് പിന്നെ അറിയാമല്ലോ. അതുകൊണ്ട് എല്ലാവരും എല്ലാം തുറന്നിട്ട് മുറിയിൽ ഈ അടുക്കളയിൽ കെട്ടി നിൽക്കുന്ന ഗ്യാസ് എല്ലാം പുറത്തേക്ക് പോയി കഴിഞ്ഞ് മാത്രമേ ഗ്യാസ് തുറക്കാവുള്ളൂ. ഞാൻ അതിനെപ്പറ്റി കുറേ വാചാലയാവുന്നു, കാരണം എനിക്ക് എപ്പോഴും മനസ്സിൽ ടെൻഷനുള്ളൊരു കാര്യമാണത്. അങ്ങനെ ഇഡലി വേകാൻ വേണ്ടി ഇഡലി വെച്ചിട്ട് മുറി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത്. ചേട്ടനെ ഞാൻ എണീപ്പിച്ചിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ. ചേട്ടൻ്റെ ഡ്യൂട്ടിയാണ് കുഞ്ഞപ്പനെ എണീപ്പിക്കുക എന്നുള്ളത്. അങ്ങനെ ഈ കുഞ്ഞപ്പനാണെങ്കിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ മയക്കി പിടിച്ച് കിടത്തും. അവൻ അമ്മേൻ്റെ കൂടെ കിടക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ സമയത്ത് കുഞ്ഞപ്പനെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ. പക്ഷെ പറ്റത്തില്ലല്ലോ, നമുക്ക് പണിയുണ്ടാവുമല്ലോ. അപ്പം ഞാൻ എന്തോ ചിരവ എടുക്കാൻ ആ മുകളിലത്തെ കബോർഡിലാണ് ഞാൻ ചിരവ വെക്കുന്നത്. അതെടുക്കാൻ വേണ്ടി കബോർഡ് തുറന്നപ്പോഴത്തേക്കും പുട്ടുപൊടി താഴെ വീണ്. അതാണ് ആ മിക്സിയുടെ സൈഡിൽ പുട്ടുപൊടി കിടക്കുന്നത്. ചേട്ടൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് പുട്ടുപൊടി അവിടെ വെച്ചാണ്, പക്ഷെ മര്യാദക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാത്തതുകൊണ്ട് അത് ഞാൻ തുറന്നപ്പോൾ താഴെ വീണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, പുട്ടുപൊടി താഴെ വീണിട്ടുണ്ട്. നിങ്ങളാണ് വെച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു പാര പണിയാൻ എന്തെങ്കിലും ഇങ്ങനെ പറയാൻ കിട്ടിയാൽ ഞങ്ങൾ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ പൊട്ടിച്ച് തേങ്ങാവെള്ളം കുടിക്കാൻ എനിക്കും ചേട്ടനും ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാവെള്ളം. വീട്ടിൽ വെച്ച് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു തേങ്ങാവെള്ളം. അപ്പോൾ അമ്മയല്ലേ തേങ്ങ പൊട്ടിക്കണതും തേങ്ങ ചിരണ്ടണൊക്കെ, അപ്പോൾ അമ്മ തന്നെ കുടിക്കും. അപ്പോൾ ഇവിടെ വെച്ച് അപ്പം ഞാൻ എപ്പോഴും തേങ്ങ പൊട്ടിക്കുമ്പോൾ അമ്മേനെ ഓർക്കും കേട്ടോ രാവിലെ. അപ്പോൾ ഞാനും ചേട്ടനും പകുതി കുടിച്ചു. അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ ചിരണ്ടി ചമ്മന്തി. ചേട്ടന് സാമ്പാർ ഇഷ്ടമല്ല കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എനിക്കൊന്നും വേണ്ട സാമ്പാർ എന്ന് പറയും. ഇതിന് മുമ്പുള്ള വ്ളോഗിലും ഞാൻ ഇഡലിയും ചമ്മന്തി ഉണ്ടാക്കുന്നത് തന്നെയാണ് നിങ്ങളെ കാണിച്ചു തന്നാണ് എൻ്റെ ഒരു ഇത്. എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ റോട്ടിൽ കൂടി പോണ ചേച്ചിക്കൊക്കെ ടാറ്റ കൊടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അടുക്കള റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ കുഞ്ഞപ്പൻ എണീറ്റ് ഉഷാറായിട്ട് വന്ന് സോഫയിൽ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടനും വന്നു. ചേട്ടൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ വന്ന് എന്നെ അടുക്കളയെ സഹായിച്ചോളും. എണീക്കാനുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമല്ല. എനിക്കും അതെ, രാവിലെ എണീക്കാൻ
ഭയങ്കര മടിയാണ് ഗൈസ്. അപ്പോഴത്തേക്കും ഇഡലിയൊക്കെ ആകുമ്പോൾ എന്താണെന്നറിയാമോ, കുഞ്ഞപ്പന് രാവിലെ കഴിക്കാൻ ഇഡലി കൊടുക്കാം, ഉച്ചയ്ക്ക് അവൻ അത് തന്നെ. പലഹാരമാണെങ്കിൽ കുഞ്ഞപ്പന് രാവിലെ ഉച്ചയ്ക്കും സെയിം സാധനം തന്നെ മതി. പിന്നെ അവനെ വിട്ട് കഴിഞ്ഞ് പയ്യെ ഞങ്ങൾക്കുള്ള ചെയ്തെടുത്താൽ മതിയല്ലോ. അപ്പോൾ അതേ ഞാൻ അവനെ കുളിപ്പിക്കാനുള്ള ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ അതേ കടുക് പൊട്ടിച്ചു, ഉണക്കമുളക് ഇട്ടു. ഉണക്കമുളക് 2 കഷ്ണം ഇരിപ്പുണ്ടായിരുന്നത് തപ്പിപ്പിടിച്ചെടുത്ത് കേട്ടാ. അപ്പം അതൊക്കെ ചേർത്താലേ നമ്മുടെ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉള്ളൂ. അങ്ങനത്തെ ചമ്മന്തി നല്ലോണം അരച്ച് അതങ്ങോട്ട് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് ചമ്മന്തി അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ചമ്മന്തി കൊടുത്താൽ ചേട്ടൻ എത്ര ഇഡ്ഡലി വേണമെങ്കിലും കഴിച്ചോളും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി ഇഡ്ഡലിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിലൊരു എക്സ്പേർട്ടായി. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ ഇപ്പോൾ ഉണ്ടാക്കുമ്പോൾ. എപ്പോഴും നല്ല ഇഡ്ഡലി സൂപ്പറായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ അത് ഇഡ്ഡലി തട്ടിയിൽ നിന്ന് ഇഡ്ഡലിയൊക്കെ കുത്തി കാസറോളിലാക്കി വെക്കുകയാണ്. അപ്പോഴാണ് സോക്സ് കാണുന്നില്ല. സോക്സ് ഒരു കവറിലാക്കി എല്ലാം ഞാൻ വെക്കുന്നതാണ്. എൻ്റെ പൊന്നെ, ഈ സ്കൂളിൽ പോകണ ലാസ്റ്റ് മിനിറ്റിന് സോക്സ് ഒരെണ്ണം കണ്ടില്ലെങ്കിലുള്ള അമ്മമാരുടെ അവസ്ഥ എൻ്റെ പൊന്നും ഒന്നും പറയണ്ട. അതുപോലെ നമ്മുടെ ഐ ഡി കാർഡ് കണ്ടില്ലെങ്കിലും സോക്സിൻ്റെ ഒരെണ്ണം കണ്ടില്ലെങ്കിലൊക്കെ പിന്നെ തീർന്ന്. കുഞ്ഞപ്പന് ഇപ്പം വലിയ കരച്ചിലും ബഹളമൊന്നും ഇല്ല കേട്ടോ. നേരത്തെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞാൽ രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് അച്ഛനെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കും, അവൻ കരയുക, സ്കൂളിൽ പോകുമ്പോൾ ഇപ്പം രാവിലെ എണീറ്റാൽ കരയുക എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇപ്പം അവൻ അങ്ങനെ കരച്ചിലൊന്നുമില്ല. വന്ന് നേരെ ബാത്റൂമിൽ പോയിട്ട് നേരെ വന്ന് ആ സോഫയിൽ ഒറ്റ കിടപ്പായിരിക്കും. അപ്പം ഞാൻ ദേ പെൻസിലും റബ്ബറും ഒക്കെ ഉണ്ടോ, ബുക്ക് എല്ലാം ഉണ്ടോ എന്നൊക്കെ എല്ലാം നോക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് കഴിക്കാനുള്ള ഇഡലിയും ചമ്മന്തി. അപ്പോൾ ചമ്മന്തി ഒരു പാത്രത്തിലാക്കി അതിൻ്റെ ചൂട് മാറാൻ വേണ്ടി ഫാനൊക്കെ ഇട്ട് ആറ്റാൻ വെച്ചു. അപ്പോഴേക്കും വെള്ളം ചൂടായപ്പോൾ ചേട്ടൻ അതെടുത്തുകൊണ്ട് ബാത്റൂമിൽ വെള്ളം പിടിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഒഴിക്കുകയാണ്. കുഞ്ഞപ്പോൾ ചൂടുവെള്ളത്തിൽ രാവിലെ കുളിക്കുള്ളേ, പണ്ടോട്ടെ ചൂടുവെള്ളത്തിലാണ് കുളിക്കണം. അപ്പോൾ ഞാൻ വേഗം ഇത്തിരി എണ്ണ കൊണ്ടുവന്ന് തലയിൽ തൂത്ത് കൊടുത്തതാണ്. അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ് മുടി ഉണങ്ങിയൊക്കെ കഴിയുമ്പോൾ മുടി ഇങ്ങനെ കാട് പോലെ നിൽക്കും. അപ്പോൾ എണ്ണ വെച്ച് കൊടുത്താലേ ഒന്ന് ഒതുങ്ങി നിൽക്കുള്ളൂ. അപ്പോൾ അതേ ഞാൻ താറി കഴിഞ്ഞപ്പോൾ ചമ്മന്തി എടുത്ത് പാത്രത്തിലാക്കി, അതുപോലെ ഇഡലിയും പാത്രത്തിലാക്കി. അപ്പോൾ ടിഫിനായിട്ട് ഇന്ന് കൊടുക്കുന്നത് കുഞ്ഞപ്പന് ABCDയുടെ ബിസ്ക്കറ്റാണ്. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയേട്ടാ. കുഞ്ഞപ്പന് ടിഫിൻ വെക്കാൻ നേരത്തെ എനിക്ക് ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നൊക്കെ ഒരു ത്വര വരും. കുഞ്ഞപ്പനാണെങ്കിൽ ടിഫിൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മ എനിക്ക് താമേ. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതിൻ്റെ കൂടെ അവൻ ആ ടിഫിൻ്റെ ഉള്ളിൽ നിന്ന് 2-3 കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിന്ന് 2-3 മേടിച്ചുകൊണ്ട് പോയി തിന്ന് കേട്ടോ ആ ബിസ്ക്കറ്റ്. അത് കഴിഞ്ഞതേ ഞാൻ അവന് ഇഡലിയും ചമ്മന്തിയും കൂടി കൊടുക്കുകയാണ്. അവന് കൊടുക്കുന്ന കൂട്ടത്തിൽ അവൻ വാ പൊളിക്കാൻ താമസിക്കുമ്പോൾ എൻ്റെ വായിലോട്ടും അറിയാണ്ട് 1-2 പിടിയൊക്കെ പോകും കേട്ടോ. അങ്ങനെ അവന് കൊടുത്ത് അത് കഴിഞ്ഞതേ വെള്ളമൊക്കെ രാവിലെ കുഞ്ഞപ്പൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ ചായ കുടിക്കാറില്ല കേട്ടോ. കുടിവെള്ളം മാത്രമേ കുടിക്കുകയുള്ളൂ. കാരണം ഈ ചായ കുടി എന്ന് പറഞ്ഞ സാധനം ഈ കള്ളുകുടിയന്മാരി കുടിച്ച് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവർക്കത് മാറ്റാൻ പറ്റാത്ത പോലെയാണ് നമുക്ക് ഈ ചായ കുടി. എല്ലാ ദിവസവും നമ്മൾ ചായ കുടിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അഡിക്ഷൻ ആവും, നമുക്ക് മാറ്റാൻ പറ്റൂല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കുടിവെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ദാഹിക്കുമ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ അവന് ഷൂവും സോക്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ കുഞ്ഞപ്പന് ചായ വേണമെന്ന് നിർബന്ധമില്ല. നേരത്തെ ചേട്ടൻ്റെ വീട്ടിൽ വെച്ചൊക്കെ അവന് ഞാൻ ചായ കൊടുക്കുമായിരുന്നു രാവിലെ. അവന് ചായ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അവൻ ഇപ്പം ഇഡ്ഡലിയാണെങ്കിൽ വെള്ളം കുടിക്കും, പുട്ടാണെങ്കിലും കുടിവെള്ളം കൊടുത്താൽ മതി, അവൻ കുടിവെള്ളം കുടിക്കും. അമ്മയെ ചായ താരാത്ത എന്താണെന്ന് എന്നോട് എടുത്ത് ചോദിക്കുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി കൊച്ചിന് ചായ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. വെറുതെ എന്തിനാണ് അവൻ ഈ ചായക്ക് ഈ തേയില ഇട്ടിട്ട് എല്ലാ ദിവസവും ചായ കൊടുത്ത് ശീലിപ്പിക്കുന്നത്? കുറച്ച് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ശീലം മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ ചെറുപ്പം തൊട്ടേ അവന് നിർബന്ധമില്ല എങ്കിൽ അവന് കുടിവെള്ളം തന്നെ കൊടുക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് ഞാൻ അവന് രാവിലെ കുടിവെള്ളം കൊടുക്കുകയുള്ളൂ. വൈകുന്നേരം വരുമ്പോഴാണ് ചായ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പാൽ, അല്ലെങ്കിൽ ചായ, വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ അവന് ഇഷ്ടമുള്ളത് കൊടുക്കും. അപ്പം നേരത്തെ റെഡി ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ നഖം ഒന്ന് വെട്ടിയേക്കെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അവൻ്റെ നഖം വെട്ടി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പിള്ളേർക്ക് നഖം വെട്ടണത് നമ്മൾ മറന്നു പോകും. നഖം വെട്ടണ കാര്യം നമ്മൾ എപ്പോഴാണോ ഓർക്കണത് അപ്പം തന്നെ അങ്ങോട്ട് വെട്ടിയേക്കണം. അയ്യോ പിന്നെ ആവട്ടെ വൈകുന്നേരം വെട്ടാം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മൾ മറന്നു പോകും. അപ്പോൾ കുഞ്ഞപ്പൻ ഇറങ്ങാൻ ഇനി സമയം ഉണ്ടാവുകൊണ്ട് ഞാൻ വേഗം തുടച്ചിടുകയാണ് സിറ്റൗട്ട്. എല്ലാ ദിവസവും ഞാൻ സിറ്റൗട്ട് ആദ്യം തുടക്കും. വേറെ ഒന്നുമല്ല, പട്ടി കയറി കിടക്കും. ഞാൻ പറഞ്ഞില്ലേ, മതിലോ വെയിലിയോ ഒന്നുമില്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെ റോഡാണ് കേട്ടോ. ഇങ്ങനെ ഓപ്പണായി കിടക്കുകയാണ്, ഒരു പ്രൈവസി ഇല്ല. അപ്പോൾ ഞങ്ങൾ ഈ വീട് കണ്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ആദ്യം നമ്മൾ ഹൗസ് ഓണറിനോട് പറഞ്ഞാണ് വെയിൽ കെട്ടി തരുവാണെങ്കിൽ നമ്മൾ ഈ വീട് ഇഷ്ടപ്പെട്ട് ഇത് എടുത്തോളാന്ന്. അപ്പോൾ ചേട്ടൻ കെട്ടിത്തരാമെന്ന് പറഞ്ഞാണ്. പക്ഷേ ആ ചേട്ടൻ ആ സമയത്ത് കുറച്ച് ബിസി ആയിപ്പോയി. കുറേ തിരക്കുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്ക് കെട്ടിത്തരാൻ പറ്റിയില്ല. ഇപ്പോൾ 2 മാസം കഴിഞ്ഞുള്ളൂ നമ്മൾ വീട്ടിൽ താമസം തുടങ്ങിയിട്ട്. അന്ന് കുഴപ്പമില്ല, നമ്മൾ തന്നെ കെട്ടിക്കോളാന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അറിയില്ല എങ്ങനെയാണെന്ന്. ഇനി വെയിൽ കെട്ടുന്ന ആരെങ്കിലും ഒന്ന് വിളിച്ച് കെട്ടിക്കണം. കാരണം പട്ടി കയറി കിടക്കുന്നത് നമ്മുടെ സിറ്റ് ഔട്ടിൽ. അതാണ് ഞാൻ രാവിലെ തന്നെ അവിടെ തുടച്ചിടുന്നത്. പട്ടി എന്ന് വെച്ചാൽ ഈ വീട്ടിലെ പട്ടി തന്നെയായിരുന്നു കേട്ടോ. ചാച്ച കുഞ്ഞപ്പ. അപ്പോൾ കുഞ്ഞപ്പൻ ദേ പോയി. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ മാറിയപ്പോഴത്തേക്കും അവന് ഭയങ്കര സങ്കടമായി പട്ടിക്കുട്ടന്. അപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെ രോമം പൂടെയൊക്കെ മൊത്തം സിറ്റ് ഔട്ടിലൊക്കെ ആകുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവനെ അങ്ങനെ സിറ്റ് ഔട്ടിലൊന്നും ഞാൻ കയറ്റി കിടത്തൂല്ല കേട്ടോ.
അപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യുവാണെങ്കിൽ അവന് കയറി കിടക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവൻ ഇവിടെ സിറ്റ് ഔട്ടിൽ തന്നെ കിടക്കും. നമ്മുടെ ഹൗസ് ഓണറും മോളും ഒക്കെ ഇവിടെ നിന്ന് പോകാൻ നേരത്ത് അവനെ കുറേ വിളിച്ചാണ് ആ പട്ടീനെ അവരുടെ കൂടെ കൊണ്ടുപോകാൻ. അവൻ ജന്മം ഉണ്ടെങ്കിൽ ചെന്നില്ല. അവൾ കുറേ കഷ്ടപ്പെട്ട ആ കൊച്ചേട്ടാ ഇവിടെ നിന്ന് അവനെ കൊണ്ടുപോകാൻ വേണ്ടി. അവളെ ഓട്ടോയിലൊക്കെ കയറ്റി അവസാനം അവൻ അവളെ മാന്ത് വരെയും ചെയ്തു. കാരണം ഇവിടുന്ന് പോകാൻ അവന് കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ ഈ വീടും അപ്പുറത്തെ വീടുകളും ഒക്കെ പരിസരം ചുറ്റിപ്പറ്റി ഇപ്പോഴും നടക്കണം അവൻ്റെ പരിപാടി. പക്ഷെ അവൻ അടിപൊളിയെന്ന് വെച്ചാൽ രാത്രി ഒന്നും ഈ പരിസരത്ത് ഒറ്റ മനുഷ്യനെ പരിചയമില്ലാത്തവരെ ഇവിടെ കൂടി ആരും പോകാൻ കൂടി പറ്റത്തില്ല കേട്ടോ. കാരണം അവനും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാവരും കൂടി ശരിയാക്കി കളയും. അല്ല രാവിലെ ഒന്നും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ രാവിലെ ആണെങ്കിലും ആരെങ്കിലും ഈ സംശയാസ്പദമായൊക്കെ കണ്ടു കഴിഞ്ഞാൽ പട്ടി സീനാണ് കേട്ടോ. അല്ലെങ്കിൽ അവന് കുഴപ്പമില്ല. കിട്ടൂന്നാണ് കേട്ടോ പട്ടിയുടെ പേര്. എപ്പോഴെങ്കിലും ഞാൻ അവനെ വീഡിയോയിൽ കാണിച്ചു തരാം. അവനുള്ളതുകൊണ്ട് പിന്നെ രാത്രിയൊക്കെ നമുക്ക് പേടിക്കാണ്ട് കിടന്നുറങ്ങാം കേട്ടോ. ഒറ്റ മനുഷ്യനെ ഇങ്ങോട്ടൊന്നും അടുപ്പിക്കത്തില്ല ആൾ. അപ്പം എന്താ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാനപ്പോൾ കുഞ്ഞപ്പം പോയി കഴിഞ്ഞിട്ട് ബാക്കി അടിച്ചൊക്കെ വാരി കഴിഞ്ഞു. അന്ന് കൊട്ടിക്കുടഞ്ഞെല്ലാം ഇടുവാണ് കേട്ടോ. അപ്പോൾ ആദ്യം ആ കമ്പിളിപ്പുതപ്പ് കണ്ട, കമ്പിളിപ്പുതപ്പൊന്ന് ഞാൻ അതിനെ വിളിക്കണതാണ്. ശരിക്കും കമ്പിളിപ്പുതപ്പൊന്നുമല്ല, സാധാരണ നല്ല സോഫ്റ്റ് നല്ല പഞ്ഞിപ്പുള്ള പുതപ്പാണ്. ഞങ്ങൾ എവിടെയോ പോയപ്പോൾ വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അത് കഴിഞ്ഞ ദിവസം കഴുകിയതാണ്. അപ്പോൾ വിരിപ്പൊന്ന് കഴുകണം, പിന്നെ തലങ്ങണി ഉറയൊക്കെ കഴുകണം. അപ്പോൾ ഞാനതെല്ലാം മാറ്റി കൊട്ടിക്കുടഞ്ഞ് തലങ്ങണി ഉറയൊക്കെ ഊരി ചേട്ടനെ അവിടെ നിർത്തിയിട്ടുണ്ട്. അതെല്ലാം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പവൻ ചേട്ടൻ. അപ്പോൾ അതേ പുതിയ ബെഡ്ഷീറ്റ് ചേട്ടൻ അപ്പുറത്തെ അലമാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നു. ആ തലങ്ങണി ഉറക്ക് ചേട്ടൻ ഉറയൊക്കെ ഇട്ട് തന്നു, പുതിയ ഉറയൊക്കെ ഇട്ട് തന്നു. അപ്പോൾ എനിക്ക് ക്യാച്ച് പിടിക്കാൻ എറിഞ്ഞു തന്നാണ്, പക്ഷെ താഴെ വീണു. ഈ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ജനലൊക്കെ തുറന്നിടുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് വെട്ടവും വെളിച്ചവും വരുമ്പോൾ തന്നെ ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ. എനിക്ക് എല്ലാ ദിവസവും ജനൽ തുറന്നിടുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. അതുപോലെ എല്ലാ ദിവസവും തുടച്ചു കഴിഞ്ഞാൽ, എല്ലാ ദിവസവും തുടക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ദിവസങ്ങളിൽ വല്ല മടി വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ധൃതി വേറെ വല്ല എഡിറ്റിങ് നമുക്ക് യൂട്യൂബിൻ്റെ പുറകെ അല്ലെങ്കിൽ പുറത്തൊക്കെ പോകാനുണ്ടെങ്കിലൊക്കെ തുടക്കാൻ പറ്റൂല. പക്ഷെ എല്ലാ ദിവസവും രാവിലെ തുടയ്ക്കാൻ പറ്റിയാണ്ടല്ലോ ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. എനിക്ക് ഭയങ്കര ആ തറയിൽ ചവിട്ടി നടക്കുമ്പോൾ ഭയങ്കര ഒരു ഇത് തോന്നും. അവിടെ കുറേ തുണിയുണ്ട് മടക്കാൻ, ചെറിയ മുറി കൊണ്ടിട്ടേക്കണത്, പിന്നെ സമയം പോലെ തുടയ്ക്കണം. അപ്പോൾ അതുപോലെ ജനലും അവിടെയൊക്കെ ആ വിരുത്താമൽ അടിച്ചു വാരണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ വിരുത്താമൽ നമ്മൾ തൂത്തു പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ വിരുത്താമ്പൽ സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ളവർ ഈ വിരുത്താമ്പലിനെ കുറിച്ച് മറന്നു പോകും. പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പോഴാണ് ഈ വിരുത്താമ്പൽ അവർ ശ്രദ്ധിക്കുന്നത് അല്ലേ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഈ അടിച്ചു വാരണ കൂട്ടത്തിൽ തന്നെ വിരുത്താമ്പൽ കളഞ്ഞു പോവുകയാണെങ്കിൽ കൊള്ളാം. ആ ചൂല് ഇതുവരെ ഞാൻ പുതിയത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചേട്ടൻ ആ സമയം കൊണ്ട് ചായ വെച്ച് കേട്ടോ. അപ്പോൾ ചായ വെച്ചിട്ടില്ലായിരുന്നു. കുഞ്ഞപ്പം കുടിവെള്ളം കുടിച്ചോണ്ടല്ലേ പോയത് ഇഡലിയുടെ കൂടെ. അപ്പോൾ ചേട്ടൻ ചായയൊക്കെ വെച്ചു. ഞാൻ അതൊക്കെ അടിച്ച് ഒതുക്കി അത് കഴുകാനുള്ള കൊണ്ട് അവിടെ ഇട്ടു, മടക്കി മറ്റേ പുതപ്പൊക്കെ കൊണ്ട് മടക്കി വെച്ചു. അപ്പോഴേക്കും വാതിൽ ടിങ്ക്ലോം ബെല്ല് കേട്ട് ഓടിച്ചെന്നപ്പോൾ നമ്മുടെ ഹരിതകർമ്മസേനയിലെ ചേച്ചി വന്നിട്ടുണ്ട്. 2 ചേച്ചിമാരുണ്ടായിരുന്നു. ഒരു ചേച്ചി അങ്ങോട്ട് പോയി. അപ്പം 1 മാസമായിട്ട് ഞാൻ കരുതി വെച്ച എൻ്റെ പ്ലാസ്റ്റിക്കുകളാണ് കേട്ടോ. കറക്റ്റായിട്ട് ഒരൊറ്റ പ്ലാസ്റ്റിക് പോലും ഞാൻ എവിടെയും ചുറ്റിനും ഒന്നും ഇടൂല. കാരണം ഒന്നാമതെ പ്ലാസ്റ്റിക്കും വേസ്റ്റൊന്നും ഇവിടെ ഇടാനും സ്ഥലമില്ല. റോഡാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നമ്മുടെ ഫ്രണ്ടേജ് തന്നെ റോഡാണ്, പൂഴി റോഡാണ്. അങ്ങനെ അവർക്ക് പ്ലാസ്റ്റിക് ഒക്കെ കൊടുത്ത് 50 രൂപയും കൊടുത്ത്, നമ്മുടെ ഇവിടെ 50 രൂപയാണ് കേട്ടോ. കൈയൊക്കെ നല്ലോണം പോയി കഴുകിയിട്ട് ദേഹം വന്നിട്ട് പിന്നെയും കഴിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ എടുത്ത് വെക്കണമെന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ വരുമ്പോൾ തന്നെ ആ ചാക്ക് അങ്ങോട്ട് എടുത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തപ്പാനും പിറക്കാനും പിന്നെയും പിറക്കി വെക്കാനൊക്കെ പോകണം. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. രാത്രി മേടിച്ച് വെച്ചതാണ് കേട്ടോ. നല്ല അടിപൊളി മീനാണ്. വറ്റ. അപ്പോൾ സാധാരണ നല്ല പച്ച വറ്റയില്ല, നല്ല പച്ച വറ്റയാണ് കേട്ടോ. 3 എണ്ണം കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ ഫ്രീസറിൽ കട്ട പിടിച്ചിരിക്കുകയാണ് 3 പേരും. അപ്പോൾ ഇന്നലെ രാത്രി അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അത് വെള്ളം ഒഴിച്ച് അവിടെ സൈഡിൽ വെച്ചിട്ട് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പാത്രം കഴിയണം. ഇന്നലെ രാത്രി ഞാനാണല്ലോ പാത്രം കഴിയുന്നത്, അപ്പോൾ ഇന്ന് ചേട്ടനാണല്ലോ പാത്രം കഴിയേണ്ടത്. പോട്ടെ. അപ്പോൾ ചേട്ടൻ എങ്ങോട്ടോ പുറത്ത് പോയി കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് പാത്രം കഴിയണത്. ഞാൻ കഴിയുക പിന്നെ ചേട്ടൻ കഴിയുമോ അങ്ങനെ. അപ്പോഴത്തേക്കും ചേട്ടൻ പുറത്തേക്ക് എന്തൊക്കെയോ മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഞാൻ ആ പാത്രം എല്ലാം കഴുകി വെച്ചു. എന്നിട്ട് ഇങ്ങനെ വെറുതെ നിന്ന് കഴിയുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഓർത്തൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ട്, ഞാൻ വീട്ടിലും അങ്ങനെ തന്നെയാണ്, അത് തുണി കഴുകുമ്പോഴൊക്കെയാണ് എന്തെങ്കിലും ഫോണിൽ ഇങ്ങനെ സിനിമ എന്തെങ്കിലും വെച്ചിട്ട്, കൂടുതൽ സിനിമയല്ല റിവ്യൂ ഇല്ലേ, സിനിമയുടെ റിവ്യൂ, അതാകുമ്പോൾ പെട്ടെന്ന് തീരുമല്ല, കുറച്ച് സമയം കൊണ്ട് തീരും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് കേട്ടോ ഈ മീൻ വെട്ടുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ വേഗം പാത്രം കഴുകി മാറ്റിയിട്ട് മീൻ വെട്ടാണ്. മീൻ വെട്ടുക, മീൻ കറി വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോലി. ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും എന്ത് മീൻ കിട്ടിയാലും ഞാനാണ് വെട്ടുന്നത്. കറിയൊക്കെ അമ്മ വെച്ചോളും, മീൻ വെട്ടലേ എൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മീനാണെങ്കിൽ അമ്മ വന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് കൊച്ച് ഇത് നീ വെട്ട്, ഞാൻ വെട്ടിയാൽ ശരിയായില്ല എന്ന് പറഞ്ഞാൽ അമ്മ കൊണ്ടുവന്ന് എൻ്റെ തരും കേട്ടോ. അപ്പോൾ അത്ര എനിക്ക്, കാരണം ഞാൻ കുഞ്ഞിലേ തൊട്ടേ എൻ്റെ വീട്ടിൽ വെച്ചോട്ടേ ഞാൻ മീൻ വെട്ടാൻ തുടങ്ങിയതാണ്. കാരണം എൻ്റെ വീട്ടിൽ മീനില്ലാത്തൊരു ദിവസം ഇല്ല. എൻ്റെ വാപ്പിക്കൊക്കെ എന്ന് പറഞ്ഞാൽ മീൻ
മീനിൻ്റെ ചാറെങ്കിലും ഇല്ലെങ്കിൽ വാപ്പി ചോറ് തിന്നത്തില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ചേട്ടൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ അച്ഛൻ മീനേ കൂട്ടത്തില്ല, ഒരു മീനും അച്ഛൻ കൂട്ടത്തില്ലായിരുന്നു കേട്ടോ. അച്ഛൻ്റെ വീട്ടിൽ അച്ഛൻ്റെ അനിയന്മാരും പെങ്ങന്മാരും ഒക്കെ കൂട്ടും. പക്ഷെ അച്ഛൻ ഈ കുഞ്ഞിലെ തൊട്ട് എന്തോ മീനിനോട് ഒരു ഇഷ്ടക്കേട് തോന്നി അങ്ങനെ കൂട്ടാണ്ടായതാണ്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന് കുറച്ച് നാളൊക്കെ കഴിഞ്ഞാണ് അച്ഛൻ അയില, വറ്റ ഈ മീനൊക്കെ കൂട്ടും അച്ഛൻ. ഇപ്പം കുറച്ച് നാളായിട്ട് വറ്റ, അയില, കരിമീൻ അങ്ങനെ കുറച്ച് 3-4 മീൻ മാത്രമേ അച്ഛൻ കൂട്ടത്തുള്ളൂ. പണ്ട് വീട്ടിൽ വെച്ച് ഉമ്മ എപ്പോഴും പറയുമായിരുന്നു, എടി എത്രയൊക്കെ പഠിച്ചാലും എത്രയൊക്കെ വലിയ ജോലിയൊക്കെ കിട്ടിയാലും വീട്ടിലെ പണി കൂടി ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നമുക്ക് സ്വന്തമായിട്ട് കഞ്ഞിയും കറിയും വെക്കാനും എല്ലാം ഉണ്ടാക്കി കഴിക്കാനും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ എപ്പോഴും പറയും, ഞാൻ പഠിച്ച് വലുതായി ജോലി കിട്ടിയിട്ട് ഞാൻ വീട്ടിൽ മെയ്ഡിനെ നിർത്തിക്കോളാം, സെർവൻറ്റിനെ നിർത്തിക്കോളാം, ഞാൻ എന്നിട്ട് പൈസ കൊടുത്താൽ പോരെ, അപ്പം ഞാൻ ചെയ്യണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചോദിക്കും കേട്ടോ. അപ്പം കാണാൻ മോളെ എന്നൊക്കെ ഇങ്ങനെ ചുമ്മാ അമ്മമാരുമായിട്ട് പെൺമക്കൾ എപ്പോഴും ഈ വീട്ട് അടുക്കളപ്പണിയുടെ കാര്യം പറഞ്ഞ് തർക്കവും ഇടിയൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷെ ഉമ്മ എന്നെ കൊണ്ട് കുഞ്ഞിലെ മുതൽ ഓരോന്നൊക്കെ ചെയ്യിച്ചതിൻ്റെ ഒരു ഗുണം എനിക്ക് കല്യാണം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. ഈ പെൺമക്കളെ ചെറുപ്പത്തിലെ തൊട്ടേ കല്യാണം കഴിച്ച് ചെല്ലുമ്പോഴുള്ള വീട്ടിൽ എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ജോലിയുണ്ട്, ഒരു വീട്ടിലെ കാര്യങ്ങൾ, കറി വെക്കണം എങ്ങനെയാണ്, കഞ്ഞി വെക്കണം എങ്ങനെയാണ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പുറകെ നടന്ന അമ്മമാർ പറഞ്ഞു കൊടുക്കണ പോലെ കുറച്ചെങ്കിലുമൊക്കെ ആമക്കളുടെ അമ്മമാരും കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായനല്ലേ. ഒരു 95% ആമക്കളെയും അമ്മമാരും ഒന്നും ചെയ്യിക്കുകയില്ല, പഠിപ്പിക്കുകയില്ല, ഒന്നും. കാരണം ഭാര്യമാർ കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വരുമല്ലോ, അപ്പോൾ അവർ ചെയ്തോളും, നിങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ള മൈൻഡിലായിരിക്കും കൂടുതലും അമ്മമാരും. പക്ഷേ ഇന്നത്തെ തലമുറ മാറി, കാലഘട്ടമൊക്കെ മാറി. എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടാനില്ല. ആമ്പിള്ളേർക്ക് വേണ്ടി പെൺപിള്ളേരെ നോക്കി അമ്മമാരും ബ്രോക്കർമാരും എല്ലാവരും പാഞ്ഞു നടന്നിട്ട് പെൺപിള്ളേർക്കൊന്നും ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. നല്ലോണം പഠിച്ച് നല്ല ജോലിയൊക്കെ ആയിട്ട് കല്യാണമൊന്നും വേണ്ട, ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ കൂടുതലും പെൺപിള്ളേർ. അതിനിടയ്ക്ക് നിങ്ങളുടെ ആമക്കളെ നിങ്ങൾ ഒന്നും പഠിപ്പിക്കാണ്ട് വെറുതെ ഇതാക്കിയിട്ട് അവസാനം കല്യാണം കഴിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്കൊന്നും അറിയാമല്ലെന്ന് പറഞ്ഞ് പെൺപിള്ളേർ ഇട്ടിട്ട് പോകും. ചേട്ടൻ കണ്ടില്ലേ, ചേട്ടൻ പുറത്തു പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് കഴിഞ്ഞപ്പോൾ ചേട്ടൻ വന്നു, ഞാൻ വെട്ടിയ മീനിൻ്റെ തലയൊക്കെ കൊണ്ടുപോയി പൂജക്കൊക്കെ ഇട്ട് കൊടുത്തേ. അത് കഴിഞ്ഞ് മീനിന് വേണ്ടി ചേട്ടൻ അരപ്പരക്കുകയാണ് കേട്ടോ. ഞാൻ തേങ്ങാ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എടുത്ത് ചേട്ടൻ്റെ അടുത്ത് വെച്ച് കൊടുത്തിട്ട് ചേട്ടൻ തനിയെ പൊടി ഇടുന്നത് കണ്ടില്ലേ. മതി, ഇത്രയും മതി, ഞാൻ വിജയിച്ചു കഴിഞ്ഞു കേസ്. കാരണം വേറൊന്നുമല്ല, ഈ 2.5 മാസം 3 മാസമായി നമ്മളിപ്പോൾ ഇങ്ങോട്ട് പുതിയ വീട്ടിലേക്ക് മാറിയിട്ട് ഇങ്ങോട്ട് വന്നവരെ ഒരു മീൻകറി വെക്കാൻ വേണ്ടി എന്തോരം പൊടി ഇടണം, മല്ലിപ്പൊടി എന്തോരം ഇടണം, മുളക് പൊടി എന്തോരം ഇടണമെന്നൊന്നും ചേട്ടനൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ 2 മാസം 3 മാസം കൊണ്ട് ചേട്ടൻ എല്ലാം പഠിച്ചു. എൻ്റെ കൂടെ നിന്ന് ചെയ്യുന്നത് കണ്ട് പഠിച്ചതാണ് ചേട്ടൻ. കാരണം എനിക്കൊരാഴ്ച വയ്യാണ്ടായി, ഒരു പനി വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഞാൻ കിടന്നു പോയെന്ന് വിചാരിക്കുക, ആരിത്തിരി കഞ്ഞി വെച്ച് തരും, ആരെന്തെങ്കിലും കറി വെക്കും. അത് ഞാൻ ചേട്ടനോട് നേരത്തെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നപ്പോഴേ ഞാൻ പറയണതാണ്. ഈ അമ്മേനെയും ഭാര്യനെയും നോക്കിയും അങ്ങനെയല്ല ആണുങ്ങൾ ചെയ്യേണ്ടത്. സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം അമ്മക്ക് വല്ലതും പറ്റി, ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റി, ഇവരെന്ത് ചെയ്യും, പുറത്തു പോയി കഴിക്കും എന്നാണ് എല്ലാ ആണുങ്ങളും പറയണത്. ഇവർ ജീവിതകാലം മുഴുവൻ പുറത്തുനിന്ന് കഴിക്കും. ഇപ്പം ഇങ്ങോട്ട് മാറിയ ശേഷം എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എടി ഭയങ്കര പാടാണോ കൊച്ചിൻ്റെ കാര്യവും വീട്ടിലെ പണി എല്ലാം കൂടി പുതിയ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയാണ് കഷ്ടപ്പാടാണോ എന്ന്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല, എല്ലാം വളരെ സ്മൂത്തായി പോകുന്നു. ചേട്ടനും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട്, ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ പണികളെല്ലാം എൻ്റെത് മാത്രമാണ്, ചേട്ടൻ എന്നെ സഹായിക്കുന്നു എന്നൊരർത്ഥം വരുമല്ലോ. അങ്ങനെയല്ല, എല്ലാ പണികളും രണ്ടുപേരുടെയും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞപ്പൻ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ ഇതിലെ കുറച്ച് പണികളൊക്കെ കുഞ്ഞപ്പൻ്റെയും കൂടെ ആകും. അതായത് കുഞ്ഞു പണികളൊക്കെ കുഞ്ഞപ്പനെ കൊണ്ട് ചെയ്യിപ്പിച്ച് തുടങ്ങണം. ഇത്രയും കൂടി ആയിക്കഴിഞ്ഞിട്ട് ചെയ്യിപ്പിച്ച് തുടങ്ങണം. എന്നാലേ ഉള്ളൂ നമുക്കിനി ഭാവിയിൽ നല്ലൊരു അമ്മായിയമ്മയാവണ്ടേ, അല്ലേ? ഇനിയിപ്പോൾ വലുതായി കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ മാറി താമസിച്ച പോലെ അവനും അവൻ്റെ ഭാര്യയും കൂടി എങ്ങോട്ടെങ്കിലും മാറി താമസിക്കുമായിരിക്കും. എന്നാലും അവൾ പറയണ്ടേ, അമ്മ എല്ലാം പഠിപ്പിച്ചതുകൊണ്ട് ചേട്ടനെല്ലാം അറിയാം എന്ന്. ഞാൻ എന്തൊക്കെയാണ് ഈ കടന്ന് ചിന്തിക്കുന്നത്, ദൈവമേ എനിക്ക് വയ്യ. അല്ല, എനിക്ക് സീരിയസ് ആയിട്ടും നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ള എല്ലാ പെൺകുട്ടികൾക്കും അങ്ങനെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. കാരണം നമ്മുടെ ഭർത്താക്കന്മാർക്കൊക്കെ നമ്മളെല്ലാത്തിനും സഹായിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതുപോലെ നമ്മുടെ മക്കളെയും അങ്ങനെ വളർത്തണമെന്നായിരിക്കും നമുക്ക് എല്ലാവർക്കും ആഗ്രഹം, അല്ലേ? അപ്പോൾ അതേ ഞാൻ മീൻകറി വെച്ച് തുടങ്ങി കേട്ടോ. കഥ പറഞ്ഞ് എങ്ങോട്ടോ ഒക്കെയോ പോയി. അപ്പോൾ ഞാൻ മീൻകറി വെക്കുന്നത് ജസ്റ്റ് കടുകും ഉലുവയൊക്കെ പൊട്ടിച്ച്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഉള്ളി മൂപ്പിച്ച്, ഇഞ്ചി വെളുത്തുള്ളി ഇടില്ല, ഇഞ്ചി മാത്രം ഇട്ട് അതെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അരപ്പ് നേരെ ചേട്ടൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അരപ്പെടുത്തിട്ട് കുടംപുളി വെള്ളം ഒഴിച്ചു കൊടുത്ത്, കുടംപുളി നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലോണം ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സെയിം ടൈം അപ്പം തന്നെ മീൻ വറുക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ.
ഒരു ചെറിയ അവിയൽ കൂടി ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സമയം പോയി അരിഞ്ഞ് പിടിച്ച് വരുമ്പോൾ എനിക്കാണെങ്കിൽ നടുവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഈ പീരീഡ്സ് ആവാൻ പോകുന്നതിന് മുമ്പുള്ള ദിവസം ഭയങ്കര കാലുവേദനയും നടുവേദനയൊക്കെ ആവുമല്ലോ. എനിക്ക് ആ ഒരു അവസ്ഥയിൽ കൂടെ ആയിരുന്നു ഞാൻ കടന്നു പോയത്. അപ്പോൾ അതേ ചേട്ടൻ പുറത്ത് പോയിട്ട് ചേട്ടൻ വന്നു. ചേട്ടൻ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും മേടിക്കാനോ പിടിക്കാനോ പുറത്ത് പോകും, പിന്നെ വരും. വന്നിട്ട് ആ പാത്രം കിടക്കുന്നതൊക്കെ ചേട്ടൻ കഴുകി തന്നു. അതുപോലെ തന്നെ അതേ മീനൊക്കെ വറുത്തത് ഞാനെടുത്ത് വേറൊരു പാത്രത്തിൽ മൂടി വെച്ച് മീൻകറിയൊക്കെ മൂടി വെച്ചിട്ട് വെള്ളം ചൂടാക്കി ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ച് കേട്ടോ എന്നാണ് കുളിക്കാമെന്ന് വിചാരിച്ചേ. എപ്പോഴും ചൂടുവെള്ളത്തിലൊന്നും അല്ല കേട്ടോ കുളിക്കണത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പീരീഡ്സ് ആവാൻ പോകുന്നതിൻ്റെ ആ ഒരു നട്ടുവേദന കാലുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് തണുത്ത വെള്ളത്തിൽ കുളിച്ചാൽ ശരിയാവത്തില്ല. അപ്പം ഞാൻ ഓർത്ത് ദൈവമേ ഒന്ന് തുടച്ചിട്ട് പോയേക്കാന്ന് കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാൻ തുടയ്ക്കാനുള്ള ലിക്വിഡൊക്കെ ഒഴിച്ച് ബക്കറ്റ് വെള്ളമൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നാണ്. അപ്പോൾ ഇന്ന് കാണുന്ന പോലെയല്ല, നമ്മുടെ ഹോൾ ഒരു വലിയ ഹോളാണ്. അപ്പോൾ കുറേ ഉണ്ട് തുടയ്ക്കാനേ. അപ്പോൾ കുറച്ച് തുടച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അയ്യോ എൻ്റെ വെള്ളം തണുത്ത് പോകും, ഞാൻ ചൂടുവെള്ളം കൊണ്ടുപോയി ബക്കറ്റ് ഒഴിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു നീ ഒന്ന് ഓടിപ്പോയി കുളിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തന്നെ വാങ്ങിച്ച് തുടച്ചു. അപ്പോൾ ചേട്ടൻ നേരത്തെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ അടിച്ചു വാരിയൊക്കെ തരും. പക്ഷെ തുടയ്ക്കലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടന് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു കേട്ടോ. എന്നാണ് ഞാൻ കുറേ അതും പറഞ്ഞ് ഇടി വെച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ വീട്ടിൽ വെച്ച് ഓരോ കാര്യം അത് ചെയ്യും പ്ലീസ്, ഇത് ചെയ്യും, അങ്ങനെ ചെയ്താ ഇങ്ങനെ ചെയ്താന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എന്തോരം ഇടി വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പൊന്നെ ഇപ്പോഴാണ് ചേട്ടൻ എന്താ പറയുക ഒരു കുടുംബസ്ഥനായത്. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ഈ കെയറിങ് എന്നൊക്കെ പറയില്ലേ, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു ക്രിഞ്ചായിട്ട് തോന്നും. കാരണം എന്താ നമുക്ക് വയ്യെങ്കിൽ നീ ചെയ്യേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നതിനേക്കാളും വലിയൊരു കെയറിങ് ഈ ലോകത്ത് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗേസ്. അതാണ് ഒരു ഭാര്യയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്നേഹം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലൊരു കെയറിങ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അങ്ങനെ എൻ്റെ ചൂടുവെള്ളത്തിലുള്ള നീരാട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നു. അപ്പോൾ ചേട്ടൻ ചോറും കറിയൊക്കെ എടുത്ത് വെച്ചു. ബാക്കി സാധനങ്ങളൊക്കെ ഞാനും എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് സോഫയിൽ കിടന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു 3:30 ആയപ്പോഴത്തേക്കും കുഞ്ഞപ്പനെ ചേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് പഴംപൊരിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അയ്യോ എനിക്കാണെങ്കിൽ പഴംപൊരി എന്ന് പറഞ്ഞാൽ ജീവനാണ്. എനിക്ക് കുഞ്ഞപ്പന് ഫേവറേറ്റ് ആണ് പഴംപൊരി. അപ്പം വരുമ്പോൾ തന്നെ ഞാൻ അവൻ്റെ ഹോംവർക്കൊക്കെ എടുത്ത് നോക്കും കേട്ടോ, എന്തൊക്കെ പഠിപ്പിച്ച് എന്തൊക്കെ എഴുതി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പഴംപൊരി അൺബോക്സ് ചെയ്യാൻ പോയി കേട്ടോ. ആ പഴംപൊരി തുറന്നിട്ട് വേഗം പഴംപൊരിയൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും ഞാൻ ഓടിപ്പോയി ചായ വെച്ചു കേട്ടോ. കാരണം ചായ വെച്ചിട്ട് പഴംപൊരി കഴിക്കാനുള്ള ക്ഷമയില്ല, കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് പഴംപൊരി. ആദ്യമേ അങ്ങോട്ട് കടി കഴിച്ചേ. അപ്പോൾ പാൽ ചായയാണ് വെച്ചത്. അപ്പോൾ ഇല്ലില്ല കുഞ്ഞിനൊപ്പം ബൂസ്റ്റ് ഇട്ടാണ് കേട്ടോ, പാലാണ് കൊടുത്തത്. ചില സമയത്ത് ഞാൻ ചായ വയ്ക്കും, ചില സമയത്ത് പാലിൽ ചിലപ്പോൾ ബൂസ്റ്റ് ഇട്ടെടുക്കും. അപ്പോൾ കുഞ്ഞപ്പൻ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അവൻ ചായ കൊടുത്താലും കുടിക്കും, പാൽ കൊടുത്താലും കുടിക്കും. അപ്പോൾ അതേ ഞാൻ ബുക്കിൽ ഹോംവർക്കൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്ക് അപ്പം ചെയ്യാൻ മൂടില്ല, ഉറക്കം വന്നിട്ട് വയ്യ. ഈ സ്കൂളിൽ പോയിട്ട് വന്നാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോലും കൂടെ വന്ന് കിടക്കേണ്ടി വന്നില്ല. അവൻ തനിയെ പോയി കട്ടിലെ ഫാനിട്ട് കിടന്ന് തനിയെ ഉറങ്ങി കേട്ടോ. അപ്പം ഞാനും അവൻ്റെ കൂടെ കിടന്ന് കുറച്ചു നേരം വെറുതെ കണ്ണടച്ച് കുറച്ചു നേരം അവൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് കേട്ടോ. ഈ വൈകുന്നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് വന്നാൽ നല്ല മഴയുണ്ട്, ഇപ്പോൾ എല്ലാ ദിവസവും മഴയാണ്. അധികം നേരമൊന്നും ഉറങ്ങിയില്ലേ, കുറച്ച് നേരം ഉറങ്ങിയുള്ളൂ. എന്നിട്ട് കുഞ്ഞപ്പൻ എണീറ്റ് പോയി. അപ്പം ഞാനും എണീറ്റ് അവൻ്റെ യൂണിഫോമൊക്കെ ഒന്ന് കൈകൊണ്ട് തിരുമ്മിടാന്ന് വിചാരിച്ചു. വാഷിംഗ് മെഷീനിൽ ഇടുന്നില്ല, അങ്ങനെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴുകിയിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ ജിമ്മിൽ നിന്നൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ ഓർക്കുമായിരുന്നു, ഈ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ല ദൈവം ഇത് അവസാനിപ്പിക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ ഇത് രാത്രിയിലത്തെ കാഴ്ചകളാണ്. പിന്നെ കുഞ്ഞപ്പൻ കളിക്കാൻ പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഹോംവർക്കൊക്കെ ചെയ്തു. കുറച്ച് ഇവന് സ്കോളർഷിപ്പ് എക്സാം ആയിരുന്നു, അപ്പോൾ അതിനുവേണ്ടി കുറച്ചൊക്കെ ഇരുന്ന് പഠിച്ചു. അപ്പോൾ അതേ ഉച്ചക്കത്തെ മീൻകറിയും മീൻ വറുത്തതും ചോറൊന്നും കുഞ്ഞപ്പൻ കഴിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പോൾ ഞാൻ രാത്രി അതവന് കൊടുക്കായിരുന്നു കേട്ടോ. അത്രയുള്ള ഗൈസ്. അപ്പോൾ ചാ ബൈ ബൈ, സി യു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം.